ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഇവിടെ വന്നിരിക്കും. ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. എല്ലാരും കൂടി ഒരുമിച്ച് വരില്ലേ? ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയുടെ ബഹളമാണോ? തേർഡ് പാർട്ടി അല്ല, എനിക്ക് തോന്നുന്നു ഇത് പാർട്ടി സമ്മേളനം പോലെ ആളുകളുണ്ടെന്ന് തോന്നുന്നു. പലതരത്തിലുള്ള, എല്ലാവർക്കും അല്ല, ചിലപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് ആളുകൾക്കായിരിക്കാം. ഒരു ബന്ധമല്ല, വേറെ ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് എനർജി ആയിട്ടുള്ള ആളായിരിക്കാം. ഈ തേർഡ് പാർട്ടി അങ്ങനെയുള്ളവർ തന്നെയാണ്. ഒരാളുടെ അടുത്ത് ബന്ധം വെക്കുന്നതല്ല, എല്ലാവരുടെയും കാര്യത്തിൽ ബന്ധം, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ബന്ധം വെക്കുന്ന ഒരു പ്രകൃതം, അങ്ങനത്തെ ഒരു വ്യക്തി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരെ എന്തെങ്കിലും നുണകൾ പറഞ്ഞ് എന്താ പറയാ പറ്റിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞ് ചില കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടുതൽ നുണ പറഞ്ഞ് എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു വിചാരം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കാര്യം, മനോവിചാരം, ഇന്നർ തോട്ട് എന്ന് പറയുന്നത് ഇവരെ ആരും പറ്റിക്കില്ല എന്ന്. നിങ്ങളുടെ പേഴ്സണ ആരും പറ്റിക്കില്ല. നിങ്ങളുടെ പേഴ്സണ എല്ലാരും അവരുദ്ദേശിക്കുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യും. അവരുദ്ദേശിക്കുന്ന, അതായത് നിങ്ങളുടെ പേഴ്സൺ എവിടെ ചെന്നാലും നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകും. എല്ലാ കാര്യങ്ങളും പ്രൗഢഗംഭീരമായിട്ട് നടക്കും എന്നാണ് നിങ്ങളുടെ പാക്കരൻ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പാക്കരൻ എന്ന കോക്കർജി വിചാരിച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ, അതായത് കുറച്ച് ഇന്നർ തോട്ട്സ് വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് മിഥ്യാധാരണകളുണ്ട് മച്ചമ്പിക്ക്. ഞാൻ ഇന്ന ആളുകളെയൊക്കെ, കുറച്ച് ആളുകളെയൊക്കെ പറ്റിച്ചിട്ടുണ്ട്, അത് എൻ്റെ കഴിവാണ്. പക്ഷെ എന്നെ ഈ ലോകത്ത് ആർക്കും പറ്റിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു വിചാരമുള്ള, ഇത്തിരി ഗാർഡഡ് ആയിട്ടൊന്നും ഇതിൻ്റെയൊക്കെ ഉള്ള ഒരു വ്യക്തി. എന്നെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ 2 ജന്മം ജനിക്കണം, അങ്ങനെയൊക്കെയുള്ള വിചാരമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീ, അങ്ങനെ വേണമെങ്കിൽ കണക്കാക്കാം. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഉള്ളിലുള്ള കാര്യങ്ങൾ. കാരണം ഇവർക്ക് ഇവരെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അതായത് എനിക്ക് ഇത്ര കഴിവുകളുണ്ട്, ഞാനാണ് എല്ലാ കാര്യത്തിലും കഴിവുകളുള്ള ആള്. അപ്പോ മറ്റൊരാള് ഇവരെ തെറ്റുതിരുത്താൻ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല, നിങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ ശരിയല്ല എന്ന് ഈ കോക്കർജീനെ നിങ്ങൾ ഉപദേശിക്കാൻ ചെന്നാൽ നടക്കുന്ന കാര്യമല്ല. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്, ഞാൻ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്, ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ്, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നതാണ്,
എന്റെ കഴിവ് കൊണ്ടാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ കിട്ടുന്നത് എന്നൊക്കെ സ്വന്തമായിട്ട് വിശ്വസിക്കുന്ന, സ്വന്തമായിട്ട് ഓരോ പരിപാടികളിൽ ചെന്ന് വീഴുന്ന, അതും ഈ വീണാലും വീണടം വിഷ്ണു ലോകം എന്ന് പറയുന്ന പോലത്തെ ഒരു ആള്. അതായത് വീണ് കിടക്കുവാണ്, അല്ലെങ്കിൽ വീഴാൻ പോവുകയാണ്, എന്നാലും അവിടെയൊക്കെ സാരയില്ല, മണ്ണ് പറ്റിയതല്ലേ, തൂത്തേക്കാം എന്നൊക്കെ മനസ്സിൻ്റെ അകത്ത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ. കാരണം ഇവരുടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരെ മാനസികമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി, അല്ലാന്നുണ്ടെങ്കിൽ ശാരീരികപരമായിട്ട് ഒരുപാട് ഈ ശാരീരികപരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ഉൾപ്പെടണം എന്നില്ല. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പക്ഷെ ഇത് ഫിനാൻഷ്യൽ കാര്യങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ എന്താ പറയാ, ഈ 500 അടിയുടെ ബോർവെല്ലൊക്കെ താത്തൂലേ, ആ ഒരു താത്തുന്ന പോലെ നല്ല രീതിക്ക് കുഴിച്ചെടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് എടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവര് പറയുന്ന ഈ തേർഡ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കാര്യങ്ങൾ. അത് തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അതൊരു വിവരക്കേടായിരിക്കാം. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവന് തന്നെ പല രീതിയിലുള്ള വിപത്തുകൾ ഉണ്ടാക്കുന്നതായിരിക്കാം. പക്ഷെ ഈ ഒരു നിങ്ങളുടെ പേഴ്സന്റെ കാര്യത്തിൽ അത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം 100% പ്യൂരിറ്റിയാണ്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന, അങ്ങനെയൊക്കെ ചെയ്ത് ആണ് ഇപ്പോഴും അതിങ്ങനെ കൊണ്ടു നടക്കുന്നത്. കാരണം അവരുടെ ഒരു സംസാരത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പരിപാടികളിൽ ആനന്ദം, അല്ലെങ്കിൽ ആനന്ദ നൃത്തം ആടുന്ന ഒരാളാണ് ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ സ്ത്രീ. കാരണം അവര് ഇപ്പൊ വഴക്കിട്ടാലോ, എൻ്റെ ചേട്ടൻ എന്നെയായിട്ട് വഴക്കിട്ടു, സാരയില്ല. അല്ലെങ്കിൽ എൻ്റെ മോളൂസ് എന്നെയായിട്ട് വഴക്കിട്ടു, അത് സാരയില്ല, എൻ്റെ മോളൂസ് അല്ലേ, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അവരായിട്ട് ഇങ്ങനെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകും. മനസ്സിലായോ? ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കും. അതിൻ്റെ അകത്ത് അവർ പറയുന്ന കാര്യത്തിലെല്ലാം ഒരു ന്യായീകരണം കണ്ടെത്തും. അതിപ്പോ എന്ത് തരം ഒരു ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും, എന്ത് തരം പരിപാടിയാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഈ കോക്കർജി പല രീതിയിലുള്ള കാര്യങ്ങൾ, ന്യായീകരണമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തും. അവര് പറയുന്നതാണ് കാര്യം. അവര് ഇങ്ങേരുടെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയില്ല, പിടിക്കില്ല. അങ്ങനെയുള്ള ഒരു അവരെ പറ്റി ഒരു ധാരണയുണ്ട്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഇവരെക്കാളും വലിയ ഒരു ആളാണ്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇവരെക്കാളും വലിയ കള്ളത്തരങ്ങൾ ചെയ്യാൻ അറിയാവുന്ന, വലിയ പരിപാടികളൊക്കെ ചെയ്യാൻ അറിയാവുന്ന, ഇവരെക്കാളും വലിയ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടിയാണ് ഇതെന്ന് യൂണിവേഴ്സായിട്ട് തന്നെ ഒരു അവയർനെസ് കൊടുക്കും. യൂണിവേഴ്സായിട്ട് ഒരു അവയർനെസ് കൊടുക്കുമ്പോൾ അതിൻ്റെ അത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം കൊടുക്കുന്ന പരിപാടി, പ്രപഞ്ചം കൊടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യൻ കൊടുക്കുന്നതിനേക്കാളും വളരെയധികം ആഴം കൂടുതലായിരിക്കും. അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. അത് പലതരത്തിലാവും. മനസ്സിലായോ? കാരണം ഇപ്പോഴും അവിടെ സ്റ്റക്കാണ്, ഇപ്പോഴും അവിടെ സ്റ്റക്കായിട്ട് കിടക്കുവാണ്. പലതും വിശ്വസിച്ച് പല കാര്യങ്ങൾ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ആയിരിക്കാം, കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് പകുതിക്ക് വെച്ച് തട്ടിത്തെറിച്ചു പോയതായിരിക്കാം, വേറെ വല്ലവരും കൊണ്ടുപോകുന്നതായിരിക്കാം. ഏതൊരു ബന്ധത്തിലും മൂന്നാമതൊരു വ്യക്തി വന്നാൽ അവിടെ വെച്ച് തീർന്നു, പരിപാടി തീർന്നു. അതിപ്പോ ആരും ആയിക്കോട്ടെ, ഏതൊരു ബന്ധത്തിലും മൂന്നാമത്തെ ഒരു വ്യക്തി, അതൊരു സ്ത്രീ ആയിരിക്കാം, ഒരു പുരുഷനായിരിക്കാം, ആരാണെന്നുണ്ടെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ, അതിപ്പോ ഏതൊക്കെ രൂപത്തിൽ, പല രൂപത്തിലുണ്ടല്ലോ, അതൊക്കെ ഏതൊക്കെ രൂപത്തിൽ, ഏതൊക്കെ റിലേഷൻഷിപ്പ് ബേസിൽ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ്. മൂന്നാമത്തെ വ്യക്തി ഏതൊരു ബന്ധത്തിന്റെ ഇടയിലും വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് പരിപാടികളെല്ലാം തീർന്നു.
ഓക്കെ. അതായത് നല്ല രീതിക്ക്, അതായത് ഇപ്പൊ ഇവര് മനസ്സ് മടുത്തു, ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് പോകണം, തിരിച്ചു പോകണം, എനിക്കൊരു നോർമലായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചാലും ചില ആളുകൾക്ക് അത് പറ്റാത്തൊരവസ്ഥയാണ്. മനസ്സിലായോ? കാരണം ഇപ്പൊ ഇവരുടെ വരും കാലങ്ങളിൽ ഇവര് ഉദ്ദേശിക്കുന്ന, നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ട്രാക്ക് അങ്ങോട്ട് മാറും. നിങ്ങളുടെ ആള് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ട്രാക്ക് അങ്ങോട്ട് മാറും. ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി വരുന്ന പോലെ ആ ഒരു ബന്ധത്തിലും തേർഡ് പാർട്ടി കാര്യങ്ങൾ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇവര് വേറെ ഏതെങ്കിലും കാര്യത്തിന് ഇൻവോൾവ് ആവും. കാരണം നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന തേർഡ് പാർട്ടി അല്ല. തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ എന്താ പറയാ, ആളെ വശീകരിച്ച് ജീവിക്കാൻ, അല്ലെങ്കിൽ ആളെ വശീകരിച്ച് സംസാരിക്കാൻ, ആളെ വീഴ്ത്താൻ കഴിവുള്ള നിങ്ങളുടെ പേഴ്സണേക്കാളും കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ജിഞ്ചിനാക്കടിയാണ്. നിങ്ങളുടെ ഈ ജിഞ്ചിനാക്കടിനേക്കാളും കൂടുതൽ ആളെ വീഴ്ത്താനും ആളെ മയക്കാനും ആളെ നല്ല രീതിക്ക്, അതായത് എന്താ പറയാ, ഇപ്പൊ ഇവര് പോകുന്നു, ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇവരെ വിട്ട് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ വിട്ട് പോകും, ഇവരെ എന്തെങ്കിലും തിരിച്ചെന്തെങ്കിലും പറയാനൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തിരി അതായത് ചെറിയ ഇരയിട്ട് വലിയ കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള ഒരു മാർഗങ്ങളൊക്കെ ഈ തേർഡ് പാർട്ടിക്ക് അറിയാം. അതിനുള്ള ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹൈ ആയിട്ട് ബ്ലാക്ക് മാജിക് എനർജി ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് ഇൻവോൾവ് ആണ്. അപ്പോ ആ ഒരു കാര്യവും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. മനസ്സിലായോ? കാരണം നിങ്ങളുടെ പേഴ്സണ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താം, മെന്റലി അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി, പല രീതിയിലും എങ്ങനെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ അവരെ ഏതൊക്കെ രീതിയിൽ, ഇപ്പൊ ഈ തേർഡ് പാർട്ടിക്ക് ആണെന്നുണ്ടെങ്കിലും പല ആളുകളോട് വൈരാഗ്യമുണ്ട്, പല ആളുകളോടും പല രീതിയിൽ ഉള്ളിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. അപ്പൊ അത് ഈ പേഴ്സണെ വെച്ച് എങ്ങനെ മറ്റുള്ളവരോടൊക്കെ എതിർത്ത് നിർത്താം, ഒരായുധമായിട്ട് കണക്കാക്കുകയാണ്. ഇപ്പൊ ഒരാൾക്ക് ഒരാളോട് വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരാളെ ഉപയോഗിച്ച് ആ വ്യക്തിക്കെതിരെ എങ്ങനെ തിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ അവയർനെസ് വരുമ്പോൾ എന്താ പറയാ, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പറയില്ലേ, ആ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ പറയും. ഓക്കെ, കാരണം ഇതുള്ളത് പറയണ്ടേ, എനിക്ക് ഇല്ലാത്തത് പറഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇപ്പൊ എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വന്നാലേ ഞാനുള്ളതേ പറയൂ. ഇല്ലാത്തത് പറഞ്ഞിട്ട് നിങ്ങൾക്കും ഒന്നും കിട്ടാനില്ല, എനിക്കൊന്നും കിട്ടാനില്ല. കുറെ സുഖിപ്പിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്കും ഒന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ ആ സമയത്ത് സന്തോഷം ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമില്ല, ചെയ്യുന്ന ഒരു കാര്യം പെർഫെക്ഷൻ ആയിരിക്കണ്ടേ, അതുകൊണ്ടുള്ളത് എന്നെ കൊണ്ടും പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാം, പല കാര്യങ്ങളും പ്രവർത്തിക്കാം. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞി അങ്ങനെയുള്ള ഒരു പവറിലൊക്കെ ഉള്ള പുറമെ കാണിക്കുന്ന ഒരു ഇന്നർ തോട്ടൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ആ രാജാവിനെയും രാജ്ഞിനെയും ആ പല കാര്യങ്ങളും അത് എന്താ പറയാ, ഒരു ചൊല്ലുണ്ടല്ലോ സംതിങ്, എന്താണ്, അയ്യോ അത് മറന്നുപോയി. അതായത് നമ്മൾ എന്താ പറയാ, അതായത് അവര് ഇപ്പൊ രാജാവും രാജ്ഞിയാണെന്നുണ്ടെങ്കിൽ പല ഭരണം നടത്തുന്ന വേറെ ആൾക്കാരല്ലേ, അല്ലെങ്കിൽ ഭരിപ്പിക്കുന്നത്, അതന്നെ, ഭരിപ്പിക്കുന്ന കാര്യങ്ങൾ വേറെ. അതായത് ഭരണം ആരാ ചെയ്യുന്നത്?
ഇപ്പൊ ഒരു മന്ത്രിയാണെന്നുണ്ടെങ്കിൽ മന്ത്രിയുടെ പിയൊക്കെ എല്ലാം ഇപ്പൊ പിടിപാടും ഉണ്ടോ? മനസ്സിലായ? ആ, എക്സാമ്പിൾ മനസ്സിലായില്ലേ? എന്നെ കൊല്ലല്ലേ ഏട്ടാ, ഇനി ഈ എക്സാമ്പിളേ വന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം ഇവരെ കൊണ്ട് പല കാര്യങ്ങളും ഫിസിക്കലി മെന്റലി എല്ലാ പരിപാടികളും ഇവരെ കൊണ്ട് അവര് പറഞ്ഞ് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. പക്ഷെ കണ്ണു തുറന്ന് കാണണം. കണ്ണു തുറക്കാനുള്ള ഒരു സമയം അത് യൂണിവേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമുക്കിപ്പോ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉപ്പ് തിന്നവൻ അല്ലെങ്കിൽ ഉപ്പ് തിന്നവൾ വെള്ളം കുടിക്കും. രണ്ടുപേരും ഉണ്ട്. സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഒരാൾ മാത്രമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഞാൻ റീഡിങ് എടുക്കുന്നതല്ലേ, അതുകൊണ്ട് പറയുക. ഒരാൾ മാത്രം ഇന്ന ആളുകളാണ്, അല്ലെങ്കിൽ നമ്മളുടെ അനുഭവം വെച്ചായിരിക്കും ആ ഒരു പ്രത്യേകം ആ ഒരാളുകളെ മാത്രം ഇതാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, രണ്ടു കൂട്ടരുണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. അത് കുറച്ച് ഡിസപ്പോയിൻമെന്റ്, ബുദ്ധിമുട്ട്, കാര്യങ്ങൾ, മാനസിക കാര്യങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ ഈ വ്യക്തി ഉണ്ടാക്കി കൊടുക്കാൻ ചാൻസ് കൂടുതലാണ്. ചാൻസ് അല്ല, കാര്യങ്ങൾ കൂടുതലാണ്. കാരണം അത് നിങ്ങളുടെ പേഴ്സൺ അത് ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു കാര്യങ്ങൾ, ആ ഒരു പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോൾ അത് എന്താ പറയാ, ടോട്ടലി ഒരു ബുദ്ധിമുട്ടിലോട്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതലുള്ള ഒരു ബുദ്ധിമുട്ടിലോട്ട് പോകാനും ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷണൽ ഫീലിങ്സ് വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ജീവിതം വെച്ചോ തകർത്തെറിഞ്ഞ് നമ്മൾ മറ്റുള്ള വ്യക്തികളുടെ റെസ്പോൺസിബിലിറ്റീസ് നിന്നും നമ്മൾ ഓടി വേറെ സ്ഥലങ്ങളിലോട്ട് വേറെ പല കാര്യങ്ങളും മോഹിച്ച് ചെല്ലുമ്പോൾ നമ്മൾക്ക് വേണ്ടി പൊഴിയുന്ന ഒരു കണ്ണുനീരെന്ന് പറയുന്നത് അത് ഭൂമിയിൽ വീണാൽ അതൊരു ശാപമാണ്. അതാരുടെ ആണെങ്കിലും. അതേസമയം നമ്മൾ ഒരു വ്യക്തിയെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഏത് നമ്മൾ കാണുന്നവരായിക്കോട്ടെ കാണാത്തവരായിക്കോട്ടെ, അതാ ഒരു ഇതെന്തെന്ന് പറയുന്നത് അത് നമ്മൾക്ക് നല്ല രീതിക്ക് ഒരു നല്ല കാര്യങ്ങളല്ലേ. ചിരിച്ചാൽ ആയുസ് കൂടും. കണ്ണീരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ നിങ്ങളുടെ ആണെങ്കിലും എൻ്റെ ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി മെന്റലി ഒരുപാട് കണ്ണുനീര് വന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. കാരണം ഇത് പ്രപഞ്ചം, യൂണിവേഴ്സ് ഏറ്റെടുത്തു. യൂണിവേഴ്സാണ് അവയർനെസ് കൊടുക്കാൻ പോകുന്നത്. ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കെ, നമ്മൾക്ക് ഇതിനുള്ള ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, അതായത് എന്താ പറയാ, ഇവിടെ വെക്കാം. അതായത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് യൂണിയൻ, പവർ ആൻഡ് ഇന്റൻഷൻ, സയൻസ് ആൻഡ് റിമൈൻഡേഴ്സ്, സെൽഫ് അക്സെപ്റ്റൻസ്, ഹോളി ലവ്, കട്ട് ദ കോഡ്സ്. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ ഒന്നും അംഗീകരിക്കുന്നില്ല. എന്നെ കൊണ്ട് അത് പറ്റാത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിബന്ധത്തിൽ വന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും നിങ്ങൾക്ക് അങ്ങനെയല്ല ഇങ്ങനെയാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾക്ക് സെൽഫ് കൊണ്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാവും. കുറച്ച് ആളുകൾ ഇപ്പോഴും മനസ്സുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും അംഗീകരിക്കാതെ ഇരിക്കുന്നുണ്ട്. ഹോളി ലവ്, കട്ട് ദ കോഡ്സ്. അതായത് അതാ ഞാൻ പറഞ്ഞത്, അതായത് നമ്മൾ ആവശ്യമില്ലാത്ത തോട്ട്സ് വിട്ടേക്കുക. ആവശ്യം ഉള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ആവശ്യമില്ലാത്തത് നിങ്ങളുടെ ലൈഫിൽ താങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. മനസ്സിലായോ? മറ്റുള്ളവരുടെ എനർജിയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു മനസ്സിന്റെ അകത്ത് ഇതുണ്ട്, അവരെന്നെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, അവര് തിരിച്ചു വരുമോ, അവരിപ്പൊ എങ്ങനെയായിരിക്കും,
അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് എന്തായിരിക്കും കാണിക്കുന്നത്, ഞാൻ ഏത് കാര്യങ്ങളാണ് വിശ്വസിക്കേണ്ടത്, ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് എത്രമാത്രം സത്യമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ വ്യക്തി എത്രത്തോളം സത്യസന്ധത എന്നോട് കാണിക്കുന്നുണ്ട്, ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇനിയും തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എത്രത്തോളം സത്യസന്ധതയായിട്ട് നിൽക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. പിന്നെ കുറച്ചു പേർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഉം. എനിക്ക് സ്ട്രെസ് ആണോ, ഡിപ്രഷൻ ആണോ, ഞാൻ ആരെങ്കിലും കാണേണ്ടതുണ്ടോ, എനിക്ക് അങ്ങനെയാണോ, ഇങ്ങനെയാണോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്ത ചിന്തയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായോ? സയൻസ് ആൻഡ് റിമൈൻഡേഴ്സ്. നിങ്ങൾ സ്പിരിച്വൽ ജേണിയിലുള്ള ആളുകളുടെ സംസാരം കേൾക്കുന്നുണ്ടാകാം, ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാകാം, സ്പിരിച്വൽ വർക്കേഴ്സിൻ്റെതായിട്ടുള്ള പല പരിപാടികളും വാച്ച് ചെയ്യുന്നുണ്ടാകാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ എന്താ പറയാ, റെയിൻബോ, ബട്ടർഫ്ലൈസ്, അങ്ങനെ അത് നമ്മളിതിപ്പോ ചിലപ്പോ അത് നമ്മളെപ്പോഴും കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നിമിഷം സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും. ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുവാണെന്നുണ്ടെങ്കിൽ ചില പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മളവിടെ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പൊ അത് ഇപ്പൊ എന്താ, ദൈവം നമ്മളോട് വന്നിട്ട് ഇങ്ങനെയാണെന്ന് പറയുന്നതല്ല. നേരിട്ട് വന്നിട്ട് ദൈവം ചിലപ്പോൾ പറയില്ല. പല റിമൈൻഡേഴ്സ് നമുക്ക് തരും. പല കാര്യങ്ങളും നമ്മളുടെ മുമ്പിലോട്ട് ഇട്ട് തരും. ഇപ്പൊ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിനെ പറ്റി പല കാര്യങ്ങളും നമ്മൾക്ക് ഇട്ട് തരും. ഈ വ്യക്തി ഇങ്ങനെയാണ്, മോളെ നീ ഇതിൽ നിൽക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയാണ്, മോനെ നീ ഇതിൻ്റെ അകത്ത് നിൽക്കണം. അപ്പൊ നിങ്ങൾ എന്താണ്, എനിക്കിത് വേണം, എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ. കാരണം അതിന്റെ അർത്ഥം എന്താ, ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുന്നില്ല, അവരെ കൊണ്ട് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ, എനിക്ക് സ്നേഹിക്കപ്പെടാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ചില വ്യക്തികൾ വന്നപ്പോൾ നിങ്ങളെ പല ആളുകളെയും കട്ട് ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ നിന്ന്. ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ പല ആളുകളും ആയിരിക്കാം. അപ്പൊ അവരെയൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടെടുക്കാൻ നോക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഒരു ലോകം അല്ലെങ്കിൽ ഒരു വേൾഡ് പോലെ നിങ്ങൾ കണക്കാക്കി വെച്ചിരുന്നു. മനസ്സിലായോ? ചില ആളുകൾക്ക് കഴിഞ്ഞുപോയ കുറെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനോ, അവരായിട്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനോ, അല്ലാന്നുണ്ടെങ്കിൽ പഴയ ഫ്രണ്ട്ഷിപ്പൊക്കെ പൊടി തട്ടി വീണ്ടും എടുക്കാനോ, അല്ലെങ്കിൽ അവിചാരിതമായിട്ടൊരു അവരായിട്ടുള്ള സംസാരങ്ങളോ, അവരിൽ നിന്ന് പല ആശ്വാസങ്ങളോ, പഴയ മെമ്മറീസ് ഒക്കെ പുതുക്കാനോ ഉള്ള കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് പല കഴിവുകളുള്ള ആളുകളാണ്. നിങ്ങളുടെ പവർ എന്താന്ന് ആക്ച്വലി നിങ്ങൾക്ക് അറിയില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ ആ പവറിലോട്ട് നമ്മൾ വരിക. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാരണം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലെല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കണക്റ്റ് ആയില്ല, ഒന്നും മനസ്സിലായില്ല, ഒന്നും നിങ്ങൾക്ക് റെസൊണേറ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. ഓക്കെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.